Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാനൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളായി പലരും ചോദിക്കുന്നു വെജ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ഇടണം എന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം അനില പ്രത്യേകം ചോദിച്ചിരുന്നു. അപ്പോൾ അനിലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള മസാല ആദ്യം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിലാണെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണെങ്കിലും യൂസ് ചെയ്യാം. ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ചെറുതായിട്ട് പൊടിയായിട്ടരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണിൽ കുറയാതെ ഇഞ്ചി ചേർത്ത് കൊടുക്കണം. കട്ട്ലറ്റിന് ഇഞ്ചിയൊക്കെ നിറയെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഓപ്ഷണലാണ്. ചിലർ മാത്രമേ കട്ട്ലറ്റിന് വെളുത്തുള്ളി ചേർക്കാറുള്ളൂ. എനിക്ക് വെളുത്തുള്ളി ചേർക്കുന്ന ടേസ്റ്റ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ടരിഞ്ഞ് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി കൂടെ പൊടിയായിട്ടരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഒരു 8-10 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചെറുതായിട്ടരിഞ്ഞത് വേണം ചേർക്കാനായിട്ട്. കട്ട്ലറ്റ് ഷേപ്പാക്കി എടുക്കണമെങ്കിൽ നമുക്കെല്ലാം പൊടിയായിട്ട് അരിഞ്ഞത് തന്നെ ആണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് സവോളയും ചെറിയതായിട്ട് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി സവോള അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ചെറിയ സവോള ഒരു 2 പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് വെജിറ്റബിൾസ് ചേർക്കാം. വെജിറ്റബിൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർക്കാം, കുഴപ്പമില്ല. കൂടുതലും സാധാരണ എല്ലാവരും ചേർക്കുന്ന വെജിറ്റബിൾസ് ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെയാണ്. ഞാനിപ്പോൾ ഒരു 2-2.5 കപ്പോളം ചെറുതായിട്ടരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. ബീട്രൂട്ട് താല്പര്യമില്ലാത്തവർക്ക് ചേർക്കണ്ട. പക്ഷേ കട്ട്ലറ്റിനൊരു ടേസ്റ്റ് വരണമെങ്കിൽ കുറച്ച് ബീട്രൂട്ട് ചേർക്കണം. ഒത്തിരി ബീട്രൂട്ട് ചേർക്കരുത്. അപ്പോൾ ഒരു കോഫി ഹൗസിലെ കട്ട്ലറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കൂടുതൽ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കുറച്ച് ചീര. ഞാൻ പച്ചയും ചുവപ്പും ഒക്കെ നിറത്തിലെ ഒരു പിടിയോളം ചീര ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിന് സ്പെഷ്യൽ ടേസ്റ്റ് തരുന്നത്. കാരണം ആ ചീരയുടെ ഒരു ഫ്ലേവർ വരുമ്പോഴേക്കും നല്ല ഒരു ടേസ്റ്റാണ് കട്ട്ലറ്റിന് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് മതി. ചീര മാത്രം വെച്ചിട്ട് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കട്ട്ലറ്റിനകത്തേക്ക് ഒരു പിടി ചീരയും കൂടെ ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ അത് ചെറുതായിട്ടരിഞ്ഞാലേ നമുക്ക് ഷേപ്പിലൊക്കെ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഒത്തിരി വലുതായിട്ട് അരിഞ്ഞ് ഇടരുത്. അപ്പോൾ ചീര ഒഴിവാക്കരുത്. നല്ല ടേസ്റ്റാണ് ചീര കൂടെ ചേർക്കുമ്പോഴേക്കും. പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് അങ്ങനെ ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത്. കുറച്ചൊന്ന് വാടി വരുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമുക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എരിവിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടി കട്ട്ലറ്റിന് അധികം ചേർക്കാറില്ല. നമ്മൾ ആവശ്യത്തിന് പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് എത്രത്തോളം വേണം എന്നനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വീട്ടിൽ പൊടിക്കുന്ന മസാലയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു 2 ടീസ്പൂണോളം നാരങ്ങാനീര്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ നാരങ്ങാനീരും കൂടെ ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് എല്ലാം നന്നായിട്ടൊന്ന് ബാലൻസ് ആയി വരും.
അപ്പോൾ ബീട്രൂട്ടിൻ്റെ മധുരമൊന്നും അധികം മുന്നിട്ട് നിൽക്കില്ല. അപ്പം എല്ലാത്തിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ആകാനായിട്ട് നാരങ്ങാനീര് ഒഴിവാക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് വാങ്ങിക്കാൻ കിട്ടുന്നതെങ്കിൽ നമ്മൾ ആദ്യം ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എനിക്ക് വേറെ കറി വയ്ക്കാൻ വേണ്ടി ഞാൻ വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു കപ്പോളം, നമുക്ക് അര കപ്പോ ഒരു കപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ചിരുന്നതാണ്. ഞാൻ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് ഉടച്ചു വെച്ചിരുന്നതാണ്. വലിയ കഷ്ണങ്ങളൊന്നും ഉണ്ടാവരുത്. അപ്പോൾ ആ രീതിയിൽ അതൊന്ന് വേവിച്ച് പൊടിച്ചെടുക്കുക. ഒരു 3 ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയും മല്ലിയിലയുമാണ്. ഇത് രണ്ടും ചേർക്കുമ്പോഴേക്കും പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ചീര ചേർത്തപ്പോഴും അങ്ങനെ തന്നെയാണ്, ചെറുതായിട്ട് അരിഞ്ഞേ ഇടാവുള്ളൂ. കാരണം നമ്മളിത് കട്ട്ലറ്റ് ഷേപ്പാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഇലയൊക്കെ പൊങ്ങി വരുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ തീരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഷേപ്പിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്തും കട്ട്ലറ്റ് ബ്രേക്ക് ആവാതെ പൊടിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ നമ്മളിതുപോലെ പൊടി പൊടിയായിട്ട് ചേർക്കുക. ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. കാരണം ഇത് കയ്യിൽ വെച്ച് വേണ്ട ഷേപ്പാക്കാനായിട്ട്. അപ്പോൾ ചൂടൊന്ന് കുറയാൻ വേണ്ടി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് കട്ട്ലറ്റ് മുക്കി എടുക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഒരു അര കപ്പ് തൊട്ട് 1 കപ്പ് വരെ, നിങ്ങൾക്ക് എത്രത്തോളം കട്ട്ലറ്റാണോ ഉള്ളതിന് അതിനനുസരിച്ച് വേണം എപ്പോഴും പൊടി കലക്കാനായിട്ട്. അപ്പോൾ കുറച്ച് മൈദ എടുത്ത് അതിനകത്ത് വെള്ളം ചേർത്ത് ലൂസാക്കി കലക്കി എടുത്തിട്ടുണ്ട്. വെജ് കട്ട്ലറ്റ് ആകുമ്പോൾ ചിലരൊന്നും മുട്ട കഴിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ മൈദ എടുത്തിരിക്കുന്നത്. മുട്ട ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മുട്ട ഒന്ന് ലൂസാക്കി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കതിനകത്ത് മുക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പം അതേ മൈദ കലക്കി ലൂസാക്കി വെച്ചിട്ടുണ്ട്, അതും മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ മിക്സൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടി കയ്യിൽ വെച്ചൊന്ന് പരത്തി ഷേപ്പാക്കുക. അതിനുശേഷം നമുക്ക് ഇത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മൈദയുടെ ആ ഒരു മിക്സിലേക്ക് മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് നിരത്തി വയ്ക്കാം. മൈദ കലക്കുമ്പോൾ എപ്പോഴും കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി നോക്കി കലക്കി വയ്ക്കുക. കാരണം നമ്മുടെ മൈദ കലക്കിയത് കൂടുതൽ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ അതിന് കട്ട്ലറ്റിൻ്റെ പുറമേയുള്ള കോട്ടിങ്ങും അതുപോലെ തന്നെ കട്ടിയായിരിക്കും. അപ്പോൾ കൂടുതൽ കട്ടിയുള്ള കോട്ടിങ് ആവശ്യമുള്ളവർക്ക് മൈദ അല്പം കട്ടിയിൽ കലക്കിയെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മുക്കുന്നത് ബ്രെഡ് ക്രംസിലാണ്. ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ റസ്ക്കാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതും ആകാം. അതൊക്കെ കട്ട്ലറ്റിൻ്റെ എണ്ണത്തിനനുസരിച്ച് ബ്രെഡ് ക്രംസിൻ്റെ അളവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എടുത്തത് ഒരല്പം കൂടുതലായിരുന്നു. ഞാനൊരു 2-2.5 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും വേണ്ടി വരില്ല നിങ്ങൾക്ക്. നിങ്ങൾ അതിനനുസരിച്ച് ബ്രെഡ് ക്രംസ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ റസ്ക് പൊടിയാണ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. റസ്ക് എടുത്ത് ഒന്ന് മിക്സിയിലൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. റസ്ക് പൊടിയിൽ മുക്കിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കട്ട്ലറ്റിൻ്റെ പുറം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ കട്ട്ലറ്റും അതുപോലെ നേരത്തെ കാണിച്ച പോലെ തന്നെ മൈദയിലും റസ്ക് പൊടിച്ചതിലും കൂടെ മുക്കി കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 16 കട്ട്ലറ്റാണ് എനിക്ക് ഈ മിക്സ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ 16 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഓരോ കട്ട്ലറ്റായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്ര എണ്ണയിൽ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വളരെ കുറച്ച് എണ്ണ എടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ വെച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് എണ്ണയുടെ മുകളിൽ കട്ട്ലറ്റ് നിരത്തി വയ്ക്കുക. അത് കഴിഞ്ഞ്
ഒരു വശം മൂത്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നാറില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വശം മൂത്ത് കഴിയുമ്പോൾ മറ്റേ വശം കൂടെ മറിച്ചിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതുപോലെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയതായതുകൊണ്ട് എണ്ണ ഒത്തിരി അങ്ങ് ചൂടായി പോകരുത്, കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് വേണം കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാനും. തീരെ എണ്ണ ലോ ഫ്ലെയിമിൽ വെച്ചും ചൂടാക്കരുത്, കാരണം അപ്പം എണ്ണ കുടിക്കും കട്ട്ലറ്റ്. അപ്പോൾ കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാകാൻ തുടങ്ങുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കട്ട്ലറ്റ് ഓരോന്നായിട്ടിട്ട് അതിൻ്റെ തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒത്തിരി അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ഒത്തിരി ചൂടായിരിക്കുകയാണെങ്കിൽ കട്ട്ലറ്റ് ഇടുന്ന സമയത്ത് തന്നെ അതിൻ്റെ പുറം കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ട്രിപ്പ് കട്ട്ലറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് ഇതിൻ്റെ പുറം, നല്ല മുരുമുരാന്നിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കട്ട്ലറ്റും കൂടെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് വെച്ച് എനിക്ക് 16 കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു കണക്കനുസരിച്ച് വേണം നിങ്ങൾ എത്ര കട്ട്ലറ്റ് എന്നുള്ളതിനനുസരിച്ച് വെജിറ്റബിൾസും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ആ ചീരയുടെ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കട്ട്ലറ്റിന്. അപ്പോൾ ഇങ്ങനെ ഒരു ചീര കൂടെ ചേർത്തിട്ടുള്ള കട്ട്ലറ്റ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് പുതിയ പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക് യു.